ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പ്രൊക്യൂർ പി ടി എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഒരു 1 ഇയർ എന്താണേലും ആയിട്ടില്ല, ഒരു 7 months അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഡിസംബർ തൊട്ടാണ് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് 4200+ സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്കുണ്ട്. ആൾക്കാർ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ മൈഗ്രേഷന് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ, പി ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട്. വീഡിയോസ് കാണുകയും ഒരുപാട് പേര് പേഴ്സണലൈസ് ഓൺലൈൻ കോച്ചിങ്ങിന് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊക്യൂർ പി ടി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന രീതിയിൽ ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അക്കാഡമിയുടെ പേര് ജാനേമാൻ അക്കാഡമി എന്നാണ്. ഇപ്പം അത് നിലവിൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പി ടി സ്റ്റുഡൻസ്. പി ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം അത് ഉള്ളത്. അത് ലോകത്തിൽ എവിടെയുള്ള മലയാളികൾക്കും പി ടിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏത് മലയാളികൾക്ക് വേണമെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. ഇപ്പം ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാറുണ്ട്, മലയാളികൾ. അതേപോലെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഒരു ചെറിയ സമയത്തിനുള്ളിൽ കുറച്ച് അധികം സക്സസ്ഫുൾ ആകാൻ എനിക്ക് സാധിച്ചത്. എല്ലാവരും കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങൾ വീഡിയോസ് കാണുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളോട് അതിനെക്കുറിച്ച് പറയാം. പിന്നെ പേഴ്സണലൈസ് ഓൺലൈൻ പി ടി കോച്ചിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പി ടി കോറിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ സ്പീക്കിങ്ങിൽ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോ വരുന്നത് റൈറ്റിംഗിൽ ഫസ്റ്റ് വൺ വരുന്നത് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആണ്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ടാസ്ക് റൈറ്റ് ഇമെയിൽ ആണ്. സോ റൈറ്റ് ഇമെയിലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. റൈറ്റ് ഇമെയിൽ, നിങ്ങൾക്ക് ഇമെയിലിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ 2 to 3 ഇമെയിൽസ് ആയിരിക്കും എഴുതാൻ നിങ്ങൾക്ക് വരുന്നത്. ഒരു ഇമെയിൽ എഴുതാൻ നിങ്ങൾക്ക് 9 മിനിറ്റ് സമയമായിരിക്കും ഉണ്ടാകുക. ഒരു ഇമെയിലിന് നിങ്ങൾക്ക് 9 മിനിറ്റ് സമയമായിരിക്കും. 2 to 3 ഇമെയിൽസ് നിങ്ങൾ എഴുതേണ്ടി വരും. അതിന് വേർഡ് കൗണ്ട് ഉണ്ട്. മിനിമം വേർഡ് കൗണ്ട് 50യും മാക്സിമം വേർഡ് കൗണ്ട് 120യും ആണ് പറയുന്നത്. പക്ഷെ അവരെപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്നത് അത് 100 വേർഡ്സിലായിരിക്കണം. 100 വേർഡ്സ് എന്താണേലും വേണം എന്നാണ് അവർ പറയുന്നത്. സോ എപ്പോഴും 100 വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇമെയിൽ നമുക്ക് ഫോർമൽ ഇമെയിൽ ആകാം, ഇൻഫോർമൽ ഇമെയിൽ ആകാം. ഓക്കെ, ഇതിന് മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്രൈറ്റീരിയസ് വെച്ചിട്ടാണ് അവർ മാർക്ക് തരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടാസ്ക് കംപ്ലീഷൻ. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കും. ടാസ്ക് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 3 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഒരു 3 പോയിന്റ്സ് അവർ പറയുന്ന ആ 3 പോയിന്റ്സ് നമ്മൾ അത് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് ടാസ്ക് കംപ്ലീഷൻ. പിന്നെ വൊക്കാബുലറി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, ഗ്രാമർ, പിന്നെ ഈ ഇമെയിൽ കൺവെൻഷൻസ്, അതായത് അത് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ, അതിന് ഗ്രീറ്റിംഗ്സ് ഒക്കെ എഴുതുന്നുണ്ടോ, അതായത് ഡിയർ സർ ഓർ മേഡം, ഏറ്റവും അവസാനം റിഗാർഡ്സ് എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, റിഗാർഡ്സ് അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ എഴുതുന്നുണ്ടോ എന്നുള്ളതാണ്. അടുത്തത് വരുന്നത് ഫോർമൽ റിക്വയർമെന്റ്, അതായത് വേർഡ് കൗണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, പങ്ക്ച്വേഷൻസ് വേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടോ, കോമ ഇടുന്നുണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ നോക്കും. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ, അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു പ്രോപ്പർലി സ്ട്രക്ചർ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. എപ്പോഴും ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 തീം അല്ലെങ്കിൽ ഒരു 3 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. സോ അത് 3 നമ്മൾ കവർ ചെയ്തിരിക്കണം. നമ്മളെല്ലാ ആൾക്കാരും, മെജോറിറ്റി ആൾക്കാരും ഇപ്പൊ ഇമെയിൽസ് നമ്മൾ എഴുതാറുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മൾ ഇമെയിൽസ്, ഒരുപാട് ആൾക്കാർ ഇമെയിൽസ് എഴുതാറുണ്ട്. അപ്പം നമ്മളൊക്കെ വേണം നമുക്ക് സ്വന്തമായിട്ട് ഇമെയിൽ ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 9 minutes ആണ് നമുക്കുള്ള സമയം. വേർഡ് 100 വേർഡ്സ് വേണം. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ആലോചിച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു വേർഡ് കൗണ്ടിൽ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ആ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് പോലെ, ഒരു ബാക്കപ്പ് പോലെ പഠിച്ചു വെച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് പാളിപ്പോകും എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഫോർമൽ ഇമെയിൽ ഉണ്ട്, ഇൻഫോർമൽ ഇമെയിൽ ഉണ്ട്. ഫോർമൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും ഒരു മെയിൽ അയക്കുന്നു, ഒരു അതോറിറ്റിയിലേക്ക് നമ്മൾ മെയിൽ അയക്കുന്നതിനാണ് നമ്മൾ ഫോർമൽ ഇമെയിൽ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഒക്കെ മെയിൽ അയക്കുന്നതിനാണ് നമ്മൾ ഇൻഫോർമൽ ഇമെയിൽ എന്ന് പറയുന്നത്.
രണ്ട് ഇമെയിലിന്റെയും ഒരു ടെംപ്ലേറ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഫോർമൽ ഇമെയിലിന്റെ ടെംപ്ലേറ്റ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ഇതാണ്ട് ഇത് ഇൻഫോർമൽ ഇമെയിൽ. ഇതൊരു ഇൻഫോർമൽ ഇമെയിലിന്റെ ടെംപ്ലേറ്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ടെംപ്ലേറ്റ് ഞാൻ ടൈപ്പ് ചെയ്യാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ജസ്റ്റ് ഞാൻ റൈറ്റ് ഇമെയിൽ എടുക്കുകയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ഒന്ന് എടുക്കുകയാണ്. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല റൈറ്റ് ഇമെയിലിന് എടുത്തൊന്നും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ടൈം സേവ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഞാനിത് കോപ്പി ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Write an email to the restaurant manager regarding a bag you left at the restaurant. Description of the bag, time of the incident, contents of the bag. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കവർ ചെയ്യാം. നമ്മുടെ ഒരു ബാഗ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നമ്മൾ പോയി. അപ്പൊ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ആദ്യം, 3 ബുള്ളറ്റ് പോയിന്റ്സ് വേണം. അതാണ് ഇത് 3. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബാഗ്, ബാഗിനെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. ടൈം എപ്പോഴായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ബാഗിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറയാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം നമുക്കിവിടെ റെസ്പെക്റ്റഡ് സർ എന്ന് കൊടുക്കാം, ഡിയർ കൊടുക്കാം, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാനേജർ എന്ന് കൊടുക്കാം. ഇതൊരു റെസ്റ്റോറൻറ്റ് മാനേജറാണ്. ഞാൻ ജസ്റ്റ് ഡിയർ സർ എന്ന് കൊടുത്താണ്. ഡിയർ സർ, I'm writing this because എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൽ ചെയ്തത്? I'm writing this because ഇതെല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ എടുക്കാം. I'm writing this because I left my bag at your, ഇതെല്ലാം ക്വസ്റ്റ്യനിലുണ്ട്. at your, ഇതെല്ലാം നോക്കി നമ്മൾ അങ്ങോട്ട് ടൈപ്പ് ചെയ്താൽ മതി. നോക്കി ടൈപ്പ് ചെയ്യുമ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാണ്ട് ചെയ്യണം. നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മുടെ വിചാരം സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് പിന്നെ ഈ ഐ ഒക്കെ വരുന്നത്, എവിടെ ഐ വന്നാലും അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നത്. പല ആൾക്കാർക്കും അതൊക്കെ മിസ്സായി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എവിടെ ഐ വന്നാലും അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഓക്കെ, ഐ എം റൈറ്റിംഗ് ദിസ് ബിക്കോസ് ഐ ലെഫ്റ്റ് മൈ ബാഗ് അറ്റ് യു റെസ്റ്റോറൻറ്റ്. വേണേൽ നമുക്കൊരു ഡേറ്റ് വേണേൽ കൊടുക്കാം. ഓൺ, ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഓൺ May 18th 2024. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏത് ടിടിയുടെ ഏത് ടാസ്കിലാണെങ്കിലും പങ്ക്ച്വേഷൻസ്, അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ ഒക്കെ കഴിഞ്ഞ് ഒരു സ്പേസ് ബാർ അടിക്കാം. ഓക്കെ, മൈ നെയിം ഇസ്, ഞാനൊരു പേര് കൊടുക്കുന്നു. മൈ നെയിം ഇസ് വിവേക്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് പേര് വേണേലും നോക്കാം. ഒരു എക്സാം എഴുതിയിട്ട് അവർ പാസ്പോർട്ടിൽ നോക്കത്തില്ല, ഈ കുട്ടി അല്ലല്ലോ മെയിൽ അയച്ചേക്കുന്നത്, അങ്ങനെയൊന്നും നോക്കത്തില്ല. നമുക്ക് ഏത് പേര് വേണേലും കൊടുക്കാം. ഓക്കെ, മൈ നെയിം ഇസ് വിവേക്. ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. Inform you that I lost my bag last day at your restaurant. Furthermore, it is important to note that my bag contains, നമുക്ക് എന്തൊക്കെയാണുള്ളത്? മൈ ഐ ഡി പ്രൂഫ് കൊടുക്കാം അല്ലേ, മൈ വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഐ ഡി പ്രൂഫ് നോക്കാം. ഐ ഡി പ്രൂഫ്, മൈ ഫൈനൽ പ്രോജക്റ്റ്, വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊടുക്കാം. ആൻഡ് മൈ ഐ ഡി പ്രൂഫ്, മൈ ഫൈനൽ പ്രോജക്റ്റ്, ആൻഡ് മൈ, വേറെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആൻഡ് മൈ മൊബൈൽ ഫോൺ നോക്കാം. മൊബൈൽ ഫോൺ ചുമ്മാ തന്നെ ഉള്ള മൊബൈൽ ഫോണിന്. വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് മൊബൈൽ ഫോണിൽ വന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ടൈമിനെ കുറിച്ച് പറഞ്ഞു. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബാഗ്, ഇറ്റ്സ് ബ്ലൂ ഇൻ കളർ. അതിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബ്രാൻഡ്, നമ്മൾ ഏത് കമ്പനിയുടെ ഒരു ബാഗാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഏതെങ്കിലും നിങ്ങൾക്ക് മൈൻഡിൽ വരുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിൽ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇറ്റ് ഇസ് ബ്ലൂ ഇൻ കളർ.
and its brand name is Safari. Okay, I look forward for your reply. Your action ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം റിപ്ലൈ പിന്നെ നമുക്ക് നമ്മുടെ പേര് റിഗാർഡ്സ് പ്ലേസ് ഓക്കെ. ഇതിൻ്റെ അത് 79 വേർഡ് കൗണ്ട് ആയിട്ടുള്ള 100 ആണ് വേർഡ് കൗണ്ട്. അതാണ് ക്രൈറ്റീരിയ. Okay, dear sir, I am writing this because I left my bag at your restaurant on May 18th, 2024. My name is Vivek. Firstly, I would like to inform you that I lost my bag last year at your restaurant around 4 p.m. Time കൊടുക്കാം. Furthermore, it is important to note that my bag contains my ID proof, my final project and my mobile phone. പിന്നെ നമുക്ക് വേണേൽ പറയാം, നമുക്ക് അതിൻ്റെ സമയം മീൻസ് ടൈം ഉണ്ട് നമ്മുടെ കയ്യിൽ, വേർഡ് കൗണ്ട് ആയിട്ടില്ല. അപ്പം നമുക്ക് വേണേൽ വേറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. I need to submit my project this week itself. എന്ന് പറയാം. പിന്നെ വേണേൽ പറയാം ഐ എം ഫ്രം കൊല്ലം. അപ്പൊ വേണേലും നമുക്ക് പറയാം അവരുടെ ഇപ്പൊ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ കോട്ടയത്താണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്, നമ്മൾ കൊല്ലത്തുനിന്ന് ഫ്രണ്ട്സായിട്ട് അവിടെ വന്നപ്പോഴാണ് അത് മിസ്സായെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതൊന്ന് കൊറിയർ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, ഐ നീഡ് ടു സബ്മിറ്റ് മൈ പ്രോജക്ട് ദിസ് വീക്ക് ഇറ്റ്സെൽഫ്. I hope that courier my bag from Kottayam to Kollam and ready to pay the expenses. അതുകൂടെ വേണേൽ ഇരിക്കും. അപ്പോൾ ഒരു 100 വേർഡ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് വായിച്ച് നോക്കാനുള്ള ടൈം ഇപ്പം നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി 2 മിനിറ്റ് സമയമുണ്ട്. ബിക്കോസ് അറ്റ് യു റെസ്റ്റോറൻറ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ വേർഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്പെല്ലിംഗ് നോക്കാം. ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ലോസ്റ്റ് മൈ ബാഗ് ലാസ്റ്റ് ഡേ അറ്റ് യുവർ റെസ്റ്റോറൻറ്റ് അറൗണ്ട് 4 p.m. Furthermore, it is important to know that my bag contains my ID proof and final project എന്ന് കൊടുക്കാം. മൊബൈൽ ഫോൺ, അപ്പം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മളിതിന് കൊറിയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇല്ലല്ലോ, നമ്മൾ അടുത്ത വണ്ടി പിടിച്ചെടുക്കും. അതുകൊണ്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ പ്രോജക്റ്റ്. ഓക്കെ, അപ്പം വേർഡ് കൗണ്ട് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാം. and my friend, but I need to submit my project this week itself. Last but not the least, it's blue in color. Its brand name is Safari. I hope that you will courier my bag from Kottayam to Kollam. I'm ready to pay the expenses. I look forward to. Okay, ഇന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കുകയാണേ. ഓക്കെ, കുറച്ച് അടുത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെയ്ൻസിന് CONTAINS ആണ്. അവിടെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന് അത് ഞാൻ വായിച്ചു ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് ഡേയിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. കോട്ടയം എന്നുള്ളത് അവർക്കത് മനസ്സിലായില്ല കേട്ടോ, കോട്ടയം എന്നുള്ള സ്ഥലം. ഓക്കെ, അപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇല്ലാതെ നമ്മൾ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടെ മാറിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്കോർ നമുക്ക് കിട്ടിയത്. ഓക്കെ, സ്പെല്ലിങ്ങിനാണ് അവിടെ മാർക്ക് പോയേക്കുന്നത്, ബാക്കി എല്ലാത്തിനും ഓൾമോസ്റ്റ് നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫോർമൽ ഇമെയിലും ഉണ്ടാവും, ഇൻഫോർമൽ ഇമെയിലും ഉണ്ടാവും. രണ്ടിൻ്റെയും ടെംപ്ലേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ട് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സെൻഡ് മീ എ മെസ്സേജ് ഇൻ മൈ വാട്സാപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓൺലൈൻ പേഴ്സണലൈസ് PT കോച്ചിങ്ങിന് താല്പര്യമുള്ളവർക്ക് യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദിസ് നമ്പർ. വാട്സാപ്പ് ചെയ്യുക, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. സോ ജസ്റ്റ് സെൻഡ് മീ എ മെസ്സേജ് ഇൻ മൈ വാട്സാപ്പ്. താങ്ക് യു സോ മച്ച്.